ഈ വർഷത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. 2025 ഞാൻ ആദ്യമായിട്ടിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഡിസംബറിലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി 1 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം, വീണ്ടും വീണ്ടും യൂട്യൂബിൽ ആക്റ്റീവ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിലൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. മെൻ്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട്, ഇമോഷണലി ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഹീലായി വരുന്നതേ ഉള്ളൂ. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത് അത്ര സുഖത്തിലൊന്നും ആയിരുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടായി പോയി, ഇമോഷണലി ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിപ്പോയി. ഫിസിക്കലി പിന്നെ പറയണ്ടല്ലോ, ഫിസിക്കലി പിന്നെ ഒട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും കാണാത്തത്. വീഡിയോസ് മാത്രമല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ ഓവർകം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആസ് എ പാർട്ട് ഓഫ് അതിൻ്റെ ഒരു ഇതായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. നമ്മൾ ഓരോന്നായിട്ട് ഓരോന്നിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആക്ടിവിറ്റി കൂടുമല്ലോ. ഇവിടെ വെച്ച് എനിക്കെന്നെ നഷ്ടപ്പെട്ടൊരു ഫീലാണ് കേട്ടോ കിട്ടിയത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. അപ്പം ഞാൻ എവിടെയെങ്കിലും ഡൗൺ ആയാൽ ഞാനായിട്ട് തന്നെ സെൽഫായിട്ട് മോട്ടീവ് ചെയ്ത് സെൽഫായിട്ട് ഞാൻ ആക്റ്റീവ് ആവാനാണ് കൂടുതൽ ട്രൈ ചെയ്യാറ്. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേ അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഈ മന്ത് തുടങ്ങിയപ്പോഴേ ഞാനും അമ്മയും എല്ലാവരും കൂടെ കുറേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ലീവ് ഒന്നുമില്ല. എല്ലാ സൺഡേയ്സും എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഞങ്ങൾക്ക് പോകണം. അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി. ഒരു ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഏട്ടൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കപ്പ ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ മോര് കാച്ചിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഒന്ന് പിടിച്ചു. ഫസ്റ്റ് ഫുഡല്ലേ മുഖ്യം. അപ്പോൾ ഫുഡ് കഴിച്ച് തീർന്നപ്പോഴാണ് ഇതാ 2 കർഷകർ കിളയ്ക്കുന്നത് കണ്ടത്. ഇത് മണ്ണിരെ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ നാട്ടിൽ വന്നാൽ പിന്നെ ഏട്ടനും ആദർശേട്ടനും എല്ലാവർക്കും കൂടെ ഫിഷിംഗ് ആണ് മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇര പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും ഇതും കൂടെ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫിഷിങ്ങിന് പോയി. ഞാൻ പിന്നെ കുഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായി സെൽഫ് കെയർ ഒക്കെ നോക്കിയിട്ട് ഫേസൊക്കെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫേസ് പാക്ക് ഇട്ടു. അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടിരുന്നപ്പോഴത്തേക്കാണ് അവർ ഫിഷൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. ഒരുപാട് മീനെ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം കൊണ്ട് ഇതാണ് അവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. മീൻ പിടിക്കുക, ക്ലീൻ ചെയ്യുക, കുക്ക് ചെയ്യുക, കഴിക്കുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ 3 ദിവസം കൊണ്ട് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപം എന്ന് പറയുന്നത്. അപ്പം നൈറ്റ് ആയപ്പോഴത്തേക്ക് അവർ ഫിഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കുന്നത് അവർ തന്നെയാണ്, ക്ലീൻ ചെയ്യുന്നത് അവരൊക്കെ തന്നെയാണ്. ഞങ്ങളൊന്നും അതിൽ ഡിസ്റ്റർബ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ചാരത്തിലാണ് കേട്ടോ മീൻ ക്ലീൻ ചെയ്യുന്നത്. ഇത് സിലോപ്പി മീനാണ്. അപ്പോൾ ഇന്നലേക്ക് ഇതിനെക്കാട്ടി നല്ല വലുത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകുന്നുണ്ട്, ആ ഒരു ചെളിയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്, പക്ഷെ ഞാൻ കഴിക്കത്തില്ല.